നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ റീസണിങ്ങിൻ്റെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഷിഫ്റ്റാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കറിയാമല്ലോ, ഏകദേശം ഒരു 10-20 ദിവസം മാത്രമേ നമ്മളുടെ ഫ്രണ്ടിലുള്ളൂ. അപ്പോൾ നിങ്ങളൊരു വളരെ എനർജറ്റിക്കായിട്ട് പഠിക്കേണ്ട ഒരു ടൈമാണ്. എല്ലാ സപ്പോർട്ടും തന്ന് ദിശ അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഈ ആർമി ചാനലിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഫോഴ്സ് ബേസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മോട്ടിവേഷന് വേണ്ടിയിട്ട് ലാസ്റ്റ് വർഷങ്ങളിൽ നമ്മുടെ ജോലി മേടിച്ചത്, അതായത് 2000 ലാസ്റ്റ് വർഷങ്ങളെന്ന് പറയുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പൊന്നുമല്ല, 2024 ജോലിക്ക് കയറിയ ആളുകളുടെ കാര്യങ്ങളൊക്കെ, ഓരോരുത്തരുടെയും സക്സസ് വീഡിയോസും കാര്യങ്ങളും അവരുടെ വാക്കുകളും ഒക്കെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ അത് അവസാന സമയത്ത് ഒരു വലിയ സപ്പോർട്ടാണ്. കൂടാതെ കുറേ ആളുകൾ ചോദിച്ചവരുണ്ട്, സാർ ഈ വർഷം എന്തുകൊണ്ടാണ് കുറേ ക്ലാസ്സുകൾ, ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി ഒരു ചാനൽ തന്നെ തുടങ്ങി തന്നിരിക്കുക. ആ ചാനലിൽ വിട്ടിരിക്കുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള വീഡിയോസും ഫോഴ്സ് ബേസ്ഡ് ആർമി ബേസ്ഡ് എക്സാംസ് എഴുതാനായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. അതിൽ ഒരു ക്ലാസ്സും തന്നെ നിങ്ങൾക്ക് മിസ് ചെയ്യേണ്ടതല്ല. അതുകൊണ്ട് തന്നെ പല ആളുകളും എന്നോട് തന്നെ നേരത്തെ GDയുടെ ക്ലാസ്സുകൾ ചെയ്യുന്ന പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ ഈ വീഡിയോയുടെയൊക്കെ പ്ലേലിസ്റ്റ് ഒന്ന് തരാമോ, അല്ലെങ്കിൽ ഇതിനെ ഒന്ന് ഓർഡർലി പറഞ്ഞു തരാമോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് സൊല്യൂഷനാണ് ഈ ആർമി ബേസ്ഡ് ചാനൽ അല്ലെങ്കിൽ ഫോഴ്സ് ബേസ്ഡ് ചാനൽ. ദിശ അക്കാഡമി ഈ ഫോഴ്സ് ബേസ്ഡ് എക്സാം എഴുതുന്ന അല്ലെങ്കിൽ ആർമി ബേസ്ഡ് എക്സാം എഴുതുന്ന ആളുകൾക്ക് ഫുൾ സപ്പോർട്ടും ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചാനൽ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് പങ്കുവെക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഈ ചാനലിൽ വരുന്ന ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ അതിനെപ്പറ്റിയുള്ള കമൻറ്റുകളും ലൈക്കുകളും നിങ്ങളുടെ ഷെയറുകളും ഒക്കെ ചെയ്ത് ഇവിടുത്തെ ഓരോ അധ്യാപകരെയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒരിക്കൽ കൂടെ ഇപ്രാവശ്യം നടക്കുന്ന പരീക്ഷയ്ക്ക് ഇനി 20 ദിവസമേ നമ്മുടെ ഫ്രണ്ടിലൊട്ടു. ഒട്ടും അലസതയില്ലാതെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സിൻസിയറായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഞാൻ വീണ്ടും നിങ്ങളെ ഒരു റീസണിങ്ങിൻ്റെ PYQ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ നമ്മൾ ഇത്രയും വിദ്യാർത്ഥികൾ നമ്മുടെ ഓഫ്ലൈൻ അക്കാഡമിയിൽ കഴിഞ്ഞ വർഷം റിസൾട്ട് മേടിച്ചവരാണ്. ഇവരെ നമ്മൾ ആദരിക്കുകയുണ്ടായി. അപ്പോൾ ഇവരെല്ലാം തെളിവാണ്. അടുത്ത പ്രാവശ്യം ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ 2026 SSC GD വീഡിയോ ചെയ്യുമ്പോൾ 25 റിസൾട്ടായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടുകൂടി ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടന്നു പോകുന്ന ഒരു ഷിഫ്റ്റിൽ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് എന്നോടൊപ്പം ഒരു ബുക്ക് എടുക്കുക, ഒരു പെൻ എടുക്കുക, പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ? ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 78 + 3 ഡിവിഷൻ 26 - 8 × 24 = 25. ഇവിടെ ആൻസർ വളരെ കൃത്യമായി തന്നിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ആൻസർ 25 ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഇതിനകത്ത് ഏത് ഓപ്പറേറ്ററുകൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ 25 എന്നുള്ള ആൻസറിൽ എത്തും എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഞാനിത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ശ്രദ്ധ ആദ്യമേ പോകേണ്ടത് ഇതിനകത്ത് ഈ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ ആ കിടക്കുന്ന സാധനങ്ങൾ ഡിവൈഡഡ് ബൈ ഫോമിൽ കിടക്കുന്ന സാധനങ്ങൾ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണോ? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. 3 / 26 ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ആദ്യം ചെയ്യണ്ടേ. സ്വാഭാവികമായിട്ടും പ്ലസ് നമുക്ക് ആദ്യമേ കയറി ചെയ്യാൻ പറ്റില്ല. 3 ഡിവിഷൻ 26 നമുക്ക് എന്ത് ചെയ്യണം, ചെയ്യാനായിട്ട് പറ്റുമോ എന്നറിയണം. അപ്പോൾ ഒരു ഫ്രാക്ഷൻ ആണ് വരാൻ ചാൻസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡിവിഷൻ ഇവിടെ ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പ്ലസിന് പകരം ഏത് സിമ്പിൾ വരണം? മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ 78 × 3 ചെയ്തിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആണെങ്കിൽ, അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഈ പ്ലസും ഡിവിഷനും തമ്മിൽ ചേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്താണ്? ഡിവിഷനും ഇൻറ്റുവും തമ്മിൽ, മൾട്ടിപ്ലിക്കേഷൻ സിമ്പലും തമ്മിൽ മാറ്റം വരുത്താമോ എന്നുള്ളത് നോക്കണം. അപ്പോൾ മാറ്റം വരുത്തിയാൽ ഇവിടെ പ്രശ്നം 8 / 24 നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഈ ഓപ്ഷൻ അല്ല എന്ന് കൃത്യമായിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാം. പ്ലസും മൈനസും തമ്മിൽ ചേഞ്ച് ചെയ്താലും ഇവിടെ പ്രശ്നം എന്താ? ഈ ഡിവിഷൻ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് ഈ ഓപ്ഷനും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. ഇനിയുള്ളത് എന്താ? ഇൻറ്റുവും പ്ലസും, മൾട്ടിപ്ലിക്കേഷൻ സിമ്പലും പ്ലസും തമ്മിൽ. അപ്പോൾ ഈ 2 പ്രോബബിലിറ്റീസ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ ഇപ്പോൾ ഉള്ളത്. അതിൽ ആദ്യത്തെ പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. എന്താണ്? ഡിവിഷനും പ്ലസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? 78നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 78നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 6 18 അല്ലേ? അപ്പം 6 18 അപ്പം 26 + 3
അല്ല 26 നമ്മൾ ആരൊക്കെയാണ് പ്ലസും ഡിവിഷനും അല്ലേ. അപ്പോൾ എന്താണ് 26 + 26. അപ്പോൾ 26 + 26 നമുക്ക് എത്ര വരുന്നത്? 52 ഉത്തരം വരുന്നത്. 52 -8 × 24 തന്നെ വലിയൊരു വാല്യൂ ആണ്. ഒരിക്കലും നമുക്ക് 25 വരത്തില്ല. അപ്പം തന്നെ ഉറപ്പിക്കാം ഇതല്ല. ഇനി ഡെഫിനറ്റ്ലി ഏതായിരിക്കും, ഇത് ചെയ്ത് നോക്കണമെന്ന് തന്നെ ഇല്ല, ഇതായിരിക്കും നമ്മുടെ ആൻസർ. ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാനൊന്ന് ചെയ്ത് നോക്കുകയാണ്. 78 ഇൻറ്റു പ്ലസും ഇൻറ്റും കൂടെ മാറ്റാൻ പോകുന്നത് × 3 ഡിവിഷൻ 26 -8 + 24. നമുക്ക് 25 എന്നുള്ള ആൻസർ വരുന്നത് നോക്കാം. 78 × 3 ഒന്ന് ചെയ്തേ മക്കളെ. 78 × 3 എന്താണ്? 124, 21, 234. 234 ഡിവിഷൻ 26 -8 + 24. ഇനി ഇത് ചെയ്യുമ്പോൾ ബുദ്ധിപൂർവ്വം ചെയ്യണം. 234 ഡിവിഷൻ 26, 260 ഡിവിഷൻ 26 എന്നായിരുന്നേ 10 എന്ന് വന്നേരെ. 260 അടുത്തുള്ള സംഖ്യയല്ലേ ഇത്. അപ്പോൾ 26 × 9 നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. 26 × 9 6 54 4 9 2 18 18 5 23 237. അപ്പോൾ 9 ആണ് വരുന്നത്. 9 - 8 + 24. 9 - 8 എത്ര വരും? 1 + 24. നമുക്ക് ആൻസർ എന്തെന്ന് കിട്ടി? 25. അപ്പോൾ ഏതാ ഉത്തരം? ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ചെയ്ത് നോക്കേണ്ട പോലും കാര്യമല്ല. ഇത് 3 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഏത് തന്നെ ആയിരിക്കും വരുന്നത്? ഇത് തന്നെ ആയിരിക്കും. നമുക്ക് ഒരുപാട് സമയമൊന്നും കളയാനില്ല. പക്ഷേ ഞാൻ അതിലൊരു ലോജിക്കാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ചുമ്മാ എല്ലാ ഓപ്ഷൻസും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനെ കൃത്യമായി കട്ട് ചെയ്ത് പോവുക. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. ഒരുപാട് ക്വസ്റ്റ്യൻസ് സർക്കുലർ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുമായിട്ട് ചോദിക്കുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻ 6 സ്റ്റുഡൻസ് ആർ സിറ്റിംഗ് അറൗണ്ട് എ സർക്കുലർ ടേബിൾ ഫേസിംഗ് ദി സെൻറ്റർ. ഇതാണ് സെൻറ്റർ. അങ്ങനെയാണെങ്കിൽ 6 സ്റ്റുഡൻസിനെ നമുക്ക് അങ്ങ് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഞാൻ 6 സ്റ്റുഡൻസിന് വേണ്ടി 6 ചെയറുകൾ അങ്ങ് ഇട്ടു. ഇതാണ് 6 സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന 6 ചെയറുകൾ. എന്നിട്ട് എന്താണ് പറയുന്നത്? രാജ് ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് ലിയാം ആൻഡ് മറിയ. ഞാൻ ചുമ്മാ രാജിനെ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്തു. ലിയാമിൻ്റെയും മരിയയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബറാണ് രാജ് എന്ന് പറഞ്ഞു. സിദ്ധാർത്ഥ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് മരിയ. സിദ്ധാർത്ഥ് ഇരിക്കുന്നത് സിദ്ധാർത്ഥ് ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ റൈറ്റ് ഓഫ് മരിയ. മരിയ ഇങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് അല്ലേ, അകത്തോട്ട് നോക്കിയിരിക്കുക. അപ്പോൾ മരിയയുടെ റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ്. അപ്പോൾ സിദ്ധാർത്ഥ് ഇവിടെ വരണം. അപ്പോൾ ഇവിടെ ആരിയ്ക്കുകയാണ്? ലിയാം ഇരിക്കുകയല്ലേ. അപ്പോൾ ഈ ഓർഡർ അല്ല ശരി. ഞാൻ മരിയെ ഇവിടെ ആക്കി. ആരെ ഇവിടെ ആക്കുന്നു? ലിയാമിനെ ഇവിടെ ആക്കുന്നു. ഇനി മരിയയുടെ സെക്കൻഡ്, സിദ്ധാർത്ഥ് ഈസ് സിറ്റിംഗ് ടു ദ സെക്കൻഡ് റൈറ്റ് ഓഫ് മരിയ. മരിയ ഇവിടെ ആണെങ്കിൽ മരിയയുടെ സെക്കൻഡ് റൈറ്റ് നോക്കി 1 2. ഇവിടെ ഞാൻ ആരെ പ്ലേസ് ചെയ്യുന്നു? സിദ്ധാർത്ഥിനെ പ്ലേസ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി നമുക്ക് വരയ്ക്കാം. ടാനിയ ഈസ് സിറ്റിംഗ് ടു ദ തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ലിയാം. ലിയാമിന്റെ തേർഡ് ടു ലെഫ്റ്റ് ആണ് ആര് നിൽക്കുന്നത്? ടാനിയ നിൽക്കുന്നത്. അപ്പൊ ലിയാം ഇവിടെ ആണ്, ലിയാമിന്റെ ലെഫ്റ്റ് ഇവിടെ ആണ് അല്ലേ. 1 2 തേർഡ് ടു ലെഫ്റ്റ് ആണ് ആര് നിൽക്കുന്നത്? ടാനിയ നിൽക്കുന്നത്. ടാനിയ ഇവിടെ നിൽക്കുന്നു. ദെൻ നാദാൻ ഈ സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ടു ദ ലെഫ്റ്റ് ഓഫ് ലിയാം. ലിയാമിന്റെ ഇമ്മീഡിയറ്റ് ലെഫ്റ്റിൽ നാദാൻ ഇരിക്കുന്നു. ഇതാ എല്ലാവരെയും ഞാൻ പ്ലേസ് ചെയ്തു. എന്താ ക്വസ്റ്റ്യൻ? ഹു ഈസ് ഇമ്മീഡിയറ്റ് നെയ്ബർ ഓഫ് സിദ്ധാർത്ഥ്? സിദ്ധാർത്ഥിന്റെ ആൻഡ് മരിയ. സിദ്ധാർത്ഥിന്റെയും മരിയയുടെയും ഇമ്മീഡിയറ്റ് നെയ്ബർ ആരാണ്? ടാനിയ അല്ലേ? ഉത്തരം അപ്പോൾ എന്താണ് വരുന്നത്? ഓപ്ഷൻ സി, ടാനി അല്ലേ കൃത്യമായിട്ട് വരുന്നത്. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് ലോജിക്കലി തിങ്ക് ചെയ്ത്, ഞാൻ എപ്പോഴും പറയുന്നു റീസണിങ്ങിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒരു ലോജിക്കൽ തിങ്കിങ്ങാണ്. ആ ലോജിക്കൽ തിങ്കിങ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമുക്കിത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ലോജിക്കലായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു ടെക്നിക്കുണ്ട്. ആ ടെക്നിക്ക് മനസ്സിലാക്കി കോൺഫിഡൻ്റ് ആയിട്ട് ചെയ്യാമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നോടൊപ്പം ഈ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് പോയി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ടയേർഡ് എന്ന് പറയുന്ന വാക്ക് 56 എന്നുള്ള കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്രഷ് എന്നുള്ള വാക്കിനും 56 എന്ന് പറയുന്ന കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഇതാണ്, ഹെവൻ അല്ലേ, ഹെവൻ എന്ന് പറയുന്ന വേർഡിന് ഏത് കോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞു എന്താണ്, കോഡിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫബറ്റുകളെ നമ്പറുമായി കണക്ട് ചെയ്യുന്ന കോഡാണ്. ആൽഫബറ്റുകളെ നമുക്ക് നമ്പറുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്ന അവയുടെ പ്ലേസ് വാല്യൂസ് ഉപയോഗിച്ചിട്ടല്ലേ ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ലെറ്ററിൻ്റെ പ്ലേസ് വാല്യൂ അല്ലേ, എയുടെ പ്ലേസ് വാല്യൂ 1, ബിയുടെ പ്ലേസ് വാല്യൂ 2, സിയുടെ പ്ലേസ് വാല്യൂ 3, അങ്ങനെ ഓരോ ലെറ്ററിൻ്റെയും പ്ലേസ് വാല്യൂ ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അത്തരത്തിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. ഇത് ഉത്തരം എഴുതാം. എ 1 ആണെന്നറിയാം, ബി 2 ആണെന്നറിയാം, സി 3 ആണെന്നറിയാം, ഡി 4 ആണെന്നറിയാം, ഇ 5 ആണെന്നറിയാം, എഫ്
ആറാണെന്ന് വരെ എല്ലാവർക്കും ബൈഹാർട്ട് ചെയ്തറിയാം, സംശയമൊന്നുമില്ലല്ലോ. ഇനി വൈയും ഇസഡും അറിയാത്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ? വൈ 25 ഇസഡ് 26. ഇപ്പം ഞാൻ എത്ര ലെറ്ററുകളുടെ കാര്യം പറഞ്ഞു? 8 ലെറ്റർ നിങ്ങൾക്ക് പച്ചവെള്ളം പോലെ അറിയാം. ഈ എമ്മും എന്നും അങ്ങ് പഠിച്ചു വെച്ചോണേ മക്കളെ. എം കൃത്യം ഈ 13ന്റെ അറ്റത്ത് വരുന്ന ലെറ്ററാ. അപ്പോൾ എം എത്ര? 13ാമത്തെ ലെറ്ററാ. എന്നെ അടുത്ത പകുതി തുടങ്ങുന്ന ലെറ്ററാ. മൊത്തം 26 ലെറ്റർ ആയതുകൊണ്ട് 13 വെച്ചല്ലേ വരുന്നത്. അപ്പോൾ എമ്മിൻ്റെ എന്നിൻ്റെയും കൂടെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചോ. എം 13 എൻ 14. ഇപ്പം നിങ്ങൾ എത്ര ലെറ്ററിൻ്റെ പഠിച്ചു? എ മുതൽ എഫ് വരെയുള്ള 6 അറിയാം, വൈ ഇസഡ് 2 അറിയാം. അപ്പോൾ എത്ര നിങ്ങൾ പഠിച്ചു? നിങ്ങളിപ്പോൾ പഠിച്ച 8. എമ്മും എന്നും പഠിച്ചു. അപ്പോൾ എത്ര പഠിച്ചു? നിങ്ങൾ 10 പഠിച്ചു. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു കോഡ് കൂടി പഠിച്ചു തരാം. ഇജോട്ടി എന്ന് പറഞ്ഞ കോഡ് അറിയാം െങ്കിൽ 5, 10, 15, 20, 25 പൊസിഷനുകളുടെ അറിയാം മക്കളെ. ജെ 10, ഓ 15, ടി 20 പഠിച്ചോ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ജെ ഇനി മറക്കരുത്, ഓ മറക്കരുത്, ടി മറക്കരുത്. ഇയും വൈയും നിങ്ങൾക്ക് ആൾറെഡി അറിയാം. 5, 25 വന്നു. ഇജോട്ടി ജെ 10, ഓ 15, ടി 20, T20 എന്ന രീതിയിലൊക്കെ നമ്മൾ ക്രിക്കറ്റ് കളി കേട്ടിട്ടില്ലേ? അപ്പോൾ T20. അപ്പം 10, 15, 20 പൊസിഷനൂടെ പഠിച്ചു. അപ്പോൾ എന്താണ് നിങ്ങൾ പഠിച്ചത്? 10 ലെറ്ററിൻ്റെ കൂടി ഈ 3 എണ്ണം കൂടെ പഠിച്ചപ്പോൾ 13 ലെറ്ററിൻ്റെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു. ഇങ്ങനെ ഓരോ ലെറ്ററിൻ്റെയും ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ പറ മക്കളെ, ടി എത്ര? 20. ഐ എത്ര? 9. ആർ എത്ര? 18. ഇ എത്ര? 5. ഡി എത്ര? 4. നമുക്കിതൊന്ന് കൂട്ടി നോക്കാം. പ്ലേസ് വാല്യൂസ് കൂട്ടി. 5, 4, 9. 9, 9, 18. 18, 18, 36. 36, 20, 56. മക്കളെ ഇവിടെ പ്ലേസ് വാല്യൂ കൂട്ടിയാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. കണ്ട, പ്ലേസ് വാല്യൂ കൂട്ടിയാണ് 56 എന്നുള്ള വാല്യൂവിൽ എത്തിയത്. അപ്പോൾ ഇവിടെയും കൂടുതൽ സംശയിക്കേണ്ട ഒന്നും കാര്യമില്ല. എച്ചിൻ്റെ എത്ര? 8. ഇയുടെ എത്ര? 5. എയുടെ എത്ര? 1. വിയുടെ എത്ര? 22. ഇയുടെ എത്ര? 5. എന്നിൻ്റെ എത്ര? 14. ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മളിത് കൂട്ടുന്നു. 22, 8, 22, 8, 30, 30, 10, 30, 10, 40, 40, 14, 54, 1, 55 വരേണ്ടത്. ആൻസർ ഉണ്ട്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഡെയിലി ചെയ്യും. ഇതിനകത്ത് ആനക്കാര്യം ഒന്നുമില്ല. ഞാനതാ പറഞ്ഞു, ഇത് റീസണിങ് ഒരിക്കലും ഞാൻ ഒരു വട്ടം പോലും പഠിപ്പിച്ചപ്പോൾ ഇത് ഭയങ്കര ടഫായിട്ടുള്ള സാധനമാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഡെയിലി ഒരു 19 ക്വസ്റ്റ്യൻ വെച്ച് പ്രാക്ടീസ് ചെയ്യാമെങ്കിൽ നിത്യാഭ്യാസി ആനയെടുക്കും എന്ന് പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായി ജോലി ചെയ്യുന്നവർ അവസാന റിസൾട്ടിൽ എത്തും എന്ന് പറയുന്നത് പോലെ ഉള്ള കാര്യം മാത്രമേ ഇതിനുള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ ഒരു പാടുമില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഡിക്ഷണറി ഓർഡറിലുള്ള അറേഞ്ച്മെൻറ്റാണ്. ഇത് വളരെ എളുപ്പമാണ്. നിങ്ങൾ നോക്കേ, ജി എൽ എ വേറെ ഏതെങ്കിലും ഉണ്ടോ? 3 എണ്ണം GLA തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ട് GLOയും GLYയിലോട്ടും പോയാൽ മതി. GLA കഴിഞ്ഞിട്ട് ആര് വരുന്നു? M വരുന്നു, R വരുന്നു. അപ്പോൾ 5 ആദ്യം വരണം. അത് കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? PQRS 6 വരണം, അതായത് 3 വരണം. പിന്നെ ആര് വരണം? 1 വരണം. ഇനി ഇവന്മാർ രണ്ടിൽ ആരാ വരേണ്ടത്? ഇവന്മാർ രണ്ട് GLO കഴിഞ്ഞിട്ടല്ലേ Y വരേണ്ടത്. സോ 4 വരണം. പിന്നെ ആര് വരണം? 2. 5, 3, 1, 4, 2. 5, 3, 1, 4, 5, 3, 5, 3, 1, 4, 2. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഉത്തരത്തിലെത്താൻ പറ്റിയോ മക്കളെ? എത്തിയല്ലോ. സോ ഇത് എൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. എൻ്റെ ഒപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലാതെ യാതൊരു പാടുമില്ല. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതൊരു പാടുമില്ല. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാം. ഞാൻ നിങ്ങളുടെ സമയമൊന്നും അപഹരിക്കുന്നില്ല. വളരെ പെട്ടെന്ന് നിങ്ങളുടെ ഒപ്പം സ്പീഡിൽ ചെയ്തു പോവുക. കാരണം നമുക്കങ്ങനെ വളരെ ആലോചിച്ച് ചിന്തിച്ച് ഇരുന്ന് പോകാനുള്ള സമയമില്ലടാ. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക. ആ ഒരു എഴുതുന്നതിൽ പോലും, നിങ്ങൾ പേന ചലിപ്പിക്കുന്നതിൽ പോലും നിങ്ങളൊരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം. ചില ആൾക്കാർ പറയും, സാറേ പതുക്കെയൊക്കെ പോ സാറേ, വളരെ പതുക്കെ പറഞ്ഞു പോകും. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ എഴുതുന്നത് ഒരു ഓൺലൈൻ എക്സാമാണ്. എക്സാമിൻ്റെ ടൈമർ സ്റ്റാർട്ട് ചെയ്താൽ തീരുന്നത് എന്ന് പറഞ്ഞങ്ങ് പോകും. നമുക്ക് റീസണിങ് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ പോരാ, എല്ലാ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു അഗ്രസീവ്നെസ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനുള്ളൊരു സ്പീഡ്, അത് നിങ്ങൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, ഈ ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയിട്ട് ആൻസർ ഒന്ന് പെട്ടെന്ന് കമൻറ്റ് ചെയ്തേ. പറഞ്ഞേ എന്താ വരുന്നത്? 13, 4, 17, 8, 21, 16, 25 ഡാഷ്. മക്കളെ, ഈ സീരീസ് കാണുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പെട്ടെന്നൊരു ഐഡിയ പറഞ്ഞുതരാം. ഈ സീരീസ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിലുള്ള സീരീസ് അല്ല. എന്തോ ഈ അസെൻഡിങ്ങോ അല്ലെങ്കിൽ ഡിസെൻഡിങ്ങോ, അസെൻഡിങ് എന്ന് വെച്ചാൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യയിലേക്ക് പോകുന്ന സീരീസ്. ഡിസെൻഡിങ് എന്ന് പറഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് പോകുന്ന സീരീസ്. അങ്ങനെയുള്ള സീരീസ് ആണോ ഇത്? അല്ല, മിക്സഡ് ആയിട്ടാണ് നമ്പർ വന്നിരിക്കുന്നത്. മിക്സഡ് ആയിട്ട് നമ്പർ വന്നാൽ 2 പാറ്റേൺ സീരീസുകൾ വരാനാണ് സാധ്യത. ഒന്ന് ആൾട്ടർനേറ്റീവ് പാറ്റേൺ വരാം,
ഓൾട്ടർനേറ്റ് എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഖ്യകൾ തമ്മിൽ ബന്ധം വരാം, അല്ലെങ്കിൽ പിന്നെ വരാൻ സാധ്യതയുള്ളത് മിക്സഡ് പാറ്റേണാണ്. നിങ്ങൾ ആദ്യം ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള സംഖ്യകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് കുട്ടികളൊന്ന് നോക്കി മക്കളെ. 13ഉം 17ഉം 4 കൂടി, 17ഉം 4ഉം 21, 21ഉം 4 കണ്ടോ, ആൾട്ടർനേറ്റ് ഉള്ളവർ തമ്മിൽ 4 കൂടി. ഇനി 4ഉം 8ഉം 8ഉം 16ഉം 16, അപ്പോൾ എന്താണ് 4 × 2 8, 8 × 2 16, 16 × 2 എത്ര വരും മക്കളെ? 32. വളരെ സിമ്പിളായിട്ട് ഇത് ഏത് പാറ്റേൺ സീരീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസറും വളരെ സിമ്പിളായി കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു തന്നു. മനസ്സിലിരിക്കണം. മനസ്സിലിരുന്നാൽ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം കണ്ടെത്താൻ പറ്റുന്നേ ഉള്ളൂ. കിട്ടിയോ നിങ്ങൾക്ക് 32? കിട്ടിയവരെല്ലാം കമൻറ്റ് ചെയ്യണം. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ വീണ്ടും കോഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ. എന്താ മക്കളെ കോഡിങ്ങിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഈ ക്വസ്റ്റ്യൻ? ഇതാണ് ക്വസ്റ്റ്യൻ. ദാ BCGPF ഇത് കോഡിംഗ് അല്ല, സീരീസാണ്, ആൽഫബറ്റുകളുടെ സീരീസ്. ബിയിൽ നിന്ന് സിയിലേക്ക് മക്കളെ, ബിയിൽ നിന്ന് സിയിലേക്ക് എത്ര ഡിസ്റ്റൻസാണ് ഉള്ളത്? ബിയിൽ നിന്ന് സിയിലേക്ക് എല്ലാവർക്കും തർക്കമൊന്നുമില്ല, 1. സിയിൽ നിന്ന് ജിയിലോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ മക്കളെ 1, 2, 3, 4 ഡിസ്റ്റൻസ് വന്നേക്കുന്നത്. ജിയിൽ നിന്ന് പിയിലോട്ടുള്ള ഡിസ്റ്റൻസോ മക്കളെ? ജിയിൽ നിന്ന് പി 1, 2, 3, 4, 5, 6, 7, 8, 9. മോനെ ഈ പോകുന്ന സംഖ്യകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നടാ? 1, 4, 9 എന്ന് വെച്ചാൽ 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ ഇൻക്രീസ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി അപ്പോൾ എന്ത് വരണം? അടുത്ത 16 ആണെന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ടോ? കാരണം ആരുടെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ അടുത്തത് വരേണ്ട ആരാണ്? 5ൻ്റെ സ്ക്വയർ. 5ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 25. അപ്പോൾ എഫിൽ നിന്ന് 25 എടുക്കണം. എഫിൽ നിന്ന് 25 എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കിയ മക്കളെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24. എഫിൽ നിന്ന് 25 എടുത്താൽ തർക്കമൊന്നുമില്ല. കാരണം എവിടെ വന്ന് നിൽക്കണം? ഇവിടെ ഇത് 26ാമത്തെ ലെറ്റർ ആണെങ്കിൽ എവിടെ വന്ന് നിൽക്കണം? ഇയിൽ വന്ന് നിൽക്കണം. പെട്ടെന്ന് തന്നെ ഉത്തരം ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നവരാകണം, ആലോചിക്കുന്നവരാകണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എന്താണ് ഈ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടേംസ് വിൽ റീപ്ലേസ് ഇൻ ദ ക്വസ്റ്റ്യൻ മാർക്ക്? നമുക്കിതാ കിടക്കുന്നു. വളരെ ഇത് ഏറ്റവും സിമ്പിളാണ് ഈ ക്വസ്റ്റ്യൻസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. മനസ്സ് വെക്കണം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രമേ ഇത് കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. എന്താ? ഞാൻ ഇങ്ങനെ ഒന്ന് എഴുതാം, WKRF, അതുപോലെ VLQG, TNOI, VW. എന്താ മക്കളെ VW എന്ന് പറഞ്ഞാൽ എന്താ? +1 അല്ലേ? വിയിൽ നിന്ന് W അല്ലേ, സോറി Wയിൽ നിന്ന് V. അപ്പോൾ എന്താ? -1 അല്ലേ മക്കളെ? -1. വിയിൽ നിന്ന് T എന്ന് പറഞ്ഞാൽ എന്താ? -2. അപ്പോൾ അവിടെ ഒരു ഫ്ലോ ഉണ്ട്, -1, -2. ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് -3. വാട്ട് ഈസ് -3? ടിയിൽ നിന്ന് -3. 1, 2, 3 എന്ത് വരണം? Q വരണം. ഇനി അടുത്തത് നോക്കൂ മക്കളെ, കെയിൽ നിന്ന് L. KL എന്ന് പറഞ്ഞാൽ എന്താ? +1. Lൽ നിന്ന് N, ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി +2. സോ അടുത്തത് എന്താണ്? +3. എന്നിൽ നിന്ന് +3, +3 1, 2, 3. മക്കളെ QQവിൽ തുടങ്ങുന്ന ആരെങ്കിലും ഉണ്ടോ? QQവിൽ തുടങ്ങുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഇങ്ങനെ ഓപ്ഷൻ കട്ട് ചെയ്ത ആൻസറിലേക്ക് പോയി. ഇനി അവസാനത്തെ ഒന്നും എഴുതിക്കൊണ്ടിരുന്ന് നമുക്ക് സമയം കളയാനില്ല. വേണേൽ പിന്നെ അവസാന സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കിക്കൂ. ഇപ്പം നിങ്ങൾ ആൻസർ ലോക്ക് ചെയ്ത് പോവുക. ഓപ്ഷൻ 4 റൈറ്റ് ഉത്തരമായിട്ട് വരുന്നത്. സംഭവം ക്ലിയർ ആയിട്ട് കത്തിയല്ലോ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? നമുക്ക് സിലോജിസത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ നമുക്ക് ആദ്യം രേഖപ്പെടുത്താം. സം വാച്ചസ് ആർ ക്ലോക്ക്. സം വാച്ചസ് ആർ ക്ലോക്ക്. കുറച്ച് വാച്ചുകൾ ക്ലോക്കുകളാവുന്നു. സം ക്ലോക്ക്സ് ആർ ബ്ലാക്ക്. കുറച്ച് ക്ലോക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആണ് അല്ലേ? അപ്പോൾ ബ്ലാക്കിനകത്ത് വരുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്? ക്ലോക്ക് എന്ന് പറയുന്നത്. ഇനി സം ബ്ലാക്ക് ആർ ബിഗ്. കുറച്ച് ബ്ലാക്ക് എന്താണ്? സോറി, ആൾ ക്ലോക്ക് ആർ ബ്ലാക്ക്. എല്ലാ ക്ലോക്കും ബ്ലാക്ക് ആണെന്ന് രേഖപ്പെടുത്തി. ആൾ ബ്ലാക്ക് ആർ, എല്ലാ ബ്ലാക്കും. അപ്പോൾ ബ്ലാക്ക് ഉൾപ്പെടെ എന്തിനകത്ത് വരണം? ആൾ ബ്ലാക്ക് ആർ എന്താണ്? ബിഗ്. ഓക്കെ, അപ്പോൾ ബിഗിനകത്ത് വരുന്ന ആളാണ് ബ്ലാക്കും ക്ലോക്കും. ബ്ലാക്കിനകത്ത് വരുന്ന ആളാണ് ആരെന്ന് പറഞ്ഞാൽ ക്ലോക്ക്. സം ക്ലോക്ക്സ് ആണ് എന്തെന്ന് പറയുന്നത്. അപ്പം സം എന്ന് പറയുമ്പോൾ ഇതെല്ലാം
ഉൾപ്പെടെയാണ് എന്ത് വരുന്നത്, വാച്ചസ് എന്ന് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ എന്താ, സം വാച്ചസ് ആർ ബിഗ്, കുറച്ച് വാച്ചുകൾ ബിഗ് ആണ്, ശരിയാണ്. സം വാച്ചസ് ആർ ബ്ലാക്ക്, സം വാച്ചുകൾ എന്താണ്, ബ്ലാക്ക് ആണ്. അപ്പോൾ ഇത് രണ്ടും ഓക്കെ ആണ്. ഇത് രണ്ടും ഓക്കെ വരുന്നുണ്ടോ, ഓൺലി വൺ കൺക്ലൂഷൻ ഈസ് ഫോളോ, ഒന്നല്ലല്ലോ ഫോളോ ചെയ്യുന്നത്, നെയ്തർ കൺക്ലൂഷൻ ആണ്, അതുമല്ല ബോത്ത് കൺക്ലൂഷൻസ് ആർ ഫോളോ. ഇവിടെ രണ്ട് കൺക്ലൂഷനും സം വാച്ചസ് ആർ ബിഗ് എന്നുള്ളതും കറക്റ്റാണ്, സം വാച്ചസ് ആർ ബ്ലാക്ക് എന്നുള്ളതും ഓക്കെയാണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇങ്ങനെ നിങ്ങൾക്കൊരു ഡയഗ്രാം വരച്ച് വളരെ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. എന്താ, സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു, നോക്ക് മക്കളെ, നിയർ വന്നിരിക്കുന്ന KJEG എന്നാണ്. സെയിം വന്നിരിക്കുന്നത് FFQT എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏൺ എന്ത് വരുമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. NKI, EJI, AEI, RGI. NKI, NKI നമുക്ക് നോക്കാം. 1, 2, -3. EJI, EJ എന്ന് പറഞ്ഞാൽ എന്തോ മക്കളെ വരുന്നത്, 1, 2, 3, 4, 5 + 5. AEI 1, 2, 3, 4 + 4. RGI എന്ന് പറഞ്ഞാൽ എന്ത് വരും മക്കളെ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നമുക്കത് നോക്കാം. SFI എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ, അപ്പം ഇവിടുത്തെ കണ്ടീഷൻ ഇതല്ല. NKI എന്ന് പറയുമ്പോൾ നിങ്ങൾ KI, NKI എന്ന് പറയുമ്പോൾ ഇങ്ങനെ ബാക്കിലോട്ടും എടുക്കാം. 1, 2 എന്നിൻ്റെ ഓപ്പോസിറ്റ് K. RGI, ആറും ജിയും എവിടെ കിടക്കുന്നത്, ഇവിടെ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. കണ്ടോ, ഇവിടെ ഒരു +2 ആഡ് ചെയ്യും, ഇവിടെയും ഒരു +2 ആഡ് ചെയ്യും. അപ്പോൾ എന്താ, എന്നിൽ നിന്ന് +2 ആഡ് ചെയ്തു. എന്നിൽ നിന്ന് +2 ആഡ് ചെയ്യുമ്പോൾ ആരാ കിട്ടുന്നത്, P. ആ പിയുടെ ഓപ്പോസിറ്റ് ആരാന്ന് എടുക്കും മക്കളെ, ആ പിയുടെ ഓപ്പോസിറ്റ് ആരാ, K. കണ്ടോ, അതുപോലെ തന്നെ ആറിൽ നിന്ന് +2 ആഡ് ചെയ്യും, 1, 2. ആറിൽ നിന്ന് +2 ആഡ് ചെയ്തപ്പോൾ ആരാ വന്നേ, T ആ വരുന്നത്. അപ്പോൾ ആ ടീൻ്റെ നേരെ ഓപ്പോസിറ്റ്, എന്ന് പറയുമ്പോൾ ആരാ വരുന്നത്, G. അപ്പോൾ നമുക്കെന്താ, KJEG എന്ന് പറഞ്ഞതാണ്. KJEG എന്നല്ലേ വന്നത്, ആണ്. ഇതേ സെയിം പരിപാടി ഇവിടെ നോക്കേ. എസ്സിൽ നിന്ന് +2 ആഡ് ചെയ്യും, ചെയ്യുമ്പം 1, 2 യുവിന് നേരെ ഇവിടെ U ആണ് വരുമ്പോൾ യുവിൻ്റെ ഓപ്പോസിറ്റ് ആര് വരും, F വരും. അങ്ങനെയാണ് FFQ. ഇത് ഞാൻ നോക്കുന്നില്ല, ഇത് 5ഉം 4ഉം തന്നെയാണ്. ഇവിടെ എന്താ, +2, ഇയിൽ നിന്ന് +2 എന്ന് പറഞ്ഞാൽ 1, 2 G വരണം. ജിയുടെ ഓപ്പോസിറ്റ് ആര് വരുന്നു, T. അപ്പോൾ ഇവിടെ എല്ലാം ഓപ്പോസിറ്റ് കൂടി എടുത്തിട്ടാണ് ഈ കോഡ് കിട്ടിയിരിക്കുന്നത്. FFQT അല്ലേടാ വന്നേക്കുന്നത്, FFQT അല്ല വന്നേക്കുന്നത്, ആണ്. അപ്പോൾ ഏണ് എഴുതുമ്പം ഈയുടെ അവിടുന്ന് +2 എടുക്കുക, ഈയുടെ അവിടുന്ന് +2 എടുക്കുമ്പോൾ 1, 2 G, ജിയുടെ നേരെ, അപ്പോൾ ജിയുടെ നേരെ ഓപ്പോസിറ്റ് ആരാണ്, T. ഓപ്പോസിറ്റ് എടുക്കണം, +2 എടുത്തിട്ട് ഏടെ അവിടുന്ന് 5 കൂട്ടുന്നു. 1, 2, 3, 4, 5 F. ഓക്കെ, അടുത്ത 6ൻ്റെ അവിടുന്ന് 4 കൂട്ടുന്നു അല്ലേ, 6ൻ്റെ അവിടുന്ന് 4 എന്ന് പറയുമ്പം 1, 2, 3, 4 V. എന്നിൻ്റെ അവിടുന്ന് +2 കൂട്ടി 1, 2, അതിന് ഓപ്പോസിറ്റ് K. അപ്പം TFVK ഉണ്ടോടെ, TFVK ഉണ്ട്. ഇതാണ് നമ്മുടെ ആൻസർ. ഇത് ഇച്ചിരി നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ച് കൺഫ്യൂഷൻ. ഫസ്റ്റ് ലെറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന, ഫസ്റ്റ് ലെറ്ററിൻ്റെ അവിടെ നിന്ന് +2 കൂട്ടിയിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. N അങ്ങനെയാണ് K ആയിരിക്കുന്നത്. എന്നിൻ്റെ അവിടെ നിന്ന് 2 കൂട്ടി Oയും Pയും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ലെറ്റർ ദാറ്റ് ഈസ് K. 6ൻ്റെ അവിടെ നിന്ന് 2 കൂട്ടി 1ഉം 2ഉം T വന്നു, ടിയുടെ നേരെ ഓപ്പോസിറ്റ് G. അങ്ങനെയാണ് ഇവിടെ G വന്നിരിക്കുന്നത്. ഈ ഒരു ഐഡിയ മനസ്സിലാക്കാൻ പറ്റണം. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഒരു ഇച്ചിരി സമയം ചിലപ്പോൾ ചിലർക്കെങ്കിലും എടുക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അതും അതുപോലൊരു നല്ല ക്വസ്റ്റ്യൻ. ഇതും ഇച്ചിരി ആലോചിക്കേണ്ടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ 2 നമ്പർ പാറ്റേൺസ് ഒരു രീതിയിൽ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് ഈ പാറ്റേണുമായിട്ട് മാച്ച് ചെയ്ത് വരുന്നത്, 45, 24, 231, 65, 47, 198. ഇവിടെ ഫസ്റ്റ് നമ്പർ, ഇത് ഫസ്റ്റ് നമ്പറിൽ നിന്ന് എടുക്കാം, ഇത് സെക്കൻഡ് നമ്പറിൽ നിന്ന് എടുക്കാം, ഇത് തേർഡ് നമ്പറിൽ നിന്ന് എടുക്കാം.
ഫസ്റ്റ് സെക്കൻഡ് ഒരു മീഡിയം റേഞ്ച് നമ്പേഴ്സും തേർഡ് നമ്പർ ഇച്ചിരി വലിയ നമ്പറുമാണ്. ഇവിടെ ഫസ്റ്റ് നമ്പർ ഇത്, സെക്കൻഡ് നമ്പർ ഇത്, തേർഡ് നമ്പർ ഇത്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു ലോജിക്ക്, ഈ ഫസ്റ്റും സെക്കൻഡും തമ്മിൽ തേർഡ് നമ്പറിലേക്ക് പോകുമ്പോൾ ഒരു വലിയ നമ്പറിലോട്ടുള്ള വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നുകിൽ ഇവരെ തമ്മിൽ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. 45 മൈനസ് ഇത് ഞാൻ ചെയ്യട്ടെ, 45 മൈനസ് 24 എത്ര കിട്ടും? 45 മൈനസ് 24 എന്ന് പറയുമ്പോൾ 1, 21. 21നെ 231 ഏതെങ്കിലും രീതി കണക്ട് ചെയ്യാൻ പറ്റുമോ? 21 ഇൻറ്റു 10 210. 21 ഇൻറ്റു 11 ഒന്ന് നോക്കിയേ. 21 ഇൻറ്റു 11 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 21 1 3 2 3 1 2 3 1. അപ്പോൾ ഇവിടെയും ആ രീതി കണക്ട് ചെയ്യാമല്ലോ. 65 മൈനസ് 47. 65 മൈനസ് 47 എന്ന് പറയുമ്പം 15 7 പോകുമ്പം 8. പിന്നെ 18 ഇൻറ്റു 11 വരുമോ എന്തോ നോക്കാം. 18 8 8 9 8 198 1. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ ഈ രീതിയിൽ വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കിയാൽ നമുക്ക് നോക്കാം. ഈ ഓപ്ഷൻസ് എടുത്ത് നമുക്ക് നോക്കാം. 46 മൈനസ് 13. 46 മൈനസ് 13 എന്ന് പറയുമ്പോൾ എത്ര വരുന്നത്? 46 മൈനസ് 13 എന്ന് പറയുമ്പം 33 അല്ലേ? 33 ഇൻറ്റു 11 എന്ന് പറയുമ്പം 33. ഇതെല്ലാം 3 6 3 361. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. അതുകൊണ്ട് പണി കുറഞ്ഞു. ഇവിടെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ. അപ്പം ഇവിടുത്തെ ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് മൈനസ് സെക്കൻഡ് നമ്പർ ഇൻറ്റു 11 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ലോജിക്ക് ഇതാണ്. ഫസ്റ്റ് നമ്പറിൽ നിന്ന് സെക്കൻഡ് നമ്പർ കുറയ്ക്കുന്നു, ആ ആൻസറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് ഇവിടുത്തെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡിനേക്കാളും വലിയൊരു നമ്പറാണ് ഇവിടെ എന്ത് തന്നിരിക്കുന്നത്? മൂന്നാമത്തെ നമ്പർ തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഫസ്റ്റ് സെക്കൻഡൂടെ സബ്ട്രാക്ട് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ, അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡൂടെ ആഡ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന രീതിയായിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ്. ആ രീതിയിൽ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യൻ. സെലക്ട് ദ ഓപ്ഷൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ദ ഫിഫ്ത്ത് ലെറ്റർ. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. എന്താണ്? പെൻഷൻ എന്ന് പറയുന്ന വേർഡ്. പെൻഷൻ നമുക്ക് നോക്കാം. പെൻഷൻ എന്ന് പറയുന്ന വേർഡിനെ മാറ്റി എഴുതിയിരിക്കുന്ന NENSIOP. ഇത് ഈ ലെറ്റർ ഇതും എല്ലാം അതുപോലെ എഴുതുന്നല്ലോ. ഇതും തമ്മിലല്ലേ ഉള്ളൂ ചേഞ്ച്. സോ ഇവിടെ വളരെ സിമ്പിളായിട്ട് പ്രോഡക്റ്റിനെ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എഴുതാമല്ലോ. എന്താണ് പ്രോഡക്റ്റിനെ എഴുതുമ്പോൾ വരുന്നത്? ഇവിടെ ഒരു ഇൻ്റർചേഞ്ച് മാത്രമല്ലേ മക്കളെ വന്നുള്ളൂ. എന്താ? T ഇവിടെ വരും, P ഇവിടെ വരും. ബാക്കിയുള്ളത് R അതുപോലെ എഴുതണം, O അതുപോലെ എഴുതണം, D അതുപോലെ എഴുതണം, U അതുപോലെ എഴുതണം, C അതുപോലെ എഴുതണം. എന്താ? TRODUCP. ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇവിടുത്തെ ഫസ്റ്റും ലാസ്റ്റും ലെറ്റേഴ്സ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം അതേപോലെ താത്തിറക്കി എന്നുള്ളതല്ലാതെ വേറെ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഇല്ലായിരുന്നു. പറഞ്ഞ മനസ്സിലായോ? സിമ്പിളായിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ആയിരുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നിങ്ങളെ കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ മാത്രമേ ഉള്ളൂ, പാടൊന്നുമില്ല. അത് അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? റാറ്റ് 3, ബോട്ടിൽ 6, മൊബൈൽ. ഇത് എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെ ലോട്ടറി അടിക്കുന്ന പോലെ കിട്ടും. റാറ്റ് 3 ലെറ്റർ കൗണ്ട്, ബോട്ടിൽ 6. അപ്പം മൊബൈലും എത്ര തന്നെ വരും? 6 തന്നെ വരും. അല്ല എന്തോ ഇവിടെ ലെറ്റർ കൗണ്ട് ചില സമയത്ത് ലെറ്റർ കൗണ്ട് ഇൻറ്റു പർട്ടിക്കുലർ ഒരു കോൺസ്റ്റൻറ്റ് വരും. ഒരു പർട്ടിക്കുലർ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. ഇവിടെ അതൊന്നും ചെയ്തിട്ടില്ല. ലെറ്റർ കൗണ്ട് ഡയറക്റ്റായിട്ട് അങ്ങ് എടുത്തെഴുതിയിരിക്കുക. സിമ്പിൾ അല്ലേടാ? സിമ്പിളായിട്ട് കിട്ടിയ ആൻസർ. ഒരു പണിയില്ലാതെ ഒരു മാർക്ക്, അതായത് 2 മാർക്ക് നമുക്ക് കിട്ടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ. ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 2 different positions of the same dice are shown having alphabet M to R. Find the alphabet on the face opposite to the face of showing M. M എന്ന് പറയുന്ന ആൽഫബറ്റിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആൽഫബറ്റ് ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഡൈസിൻ്റെ പ്രത്യേകത, 2 ഡൈസുകൾ തന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു ലെറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ളത് ചോദിച്ചാൽ 2 കോമൺ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഇവിടെ 2 ഡൈസിലും കോമൺ ആയിട്ട് Oയും Pയും ഉണ്ട്, ഇവിടെയും Oയും Pയും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് കോമൺ ആയിട്ട് വരുന്ന എപ്പോഴും ആരായിരിക്കും? ഈ ഡൈസിലെ മൂന്നാമനായിരിക്കും.
അപ്പോൾ ഒയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വരുന്ന ആരായിരിക്കും? ക്യൂ ആയിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ഡൈസ് പഠിപ്പിച്ചിട്ടപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ചാനലിൽ എനിക്കൊന്ന് ഫിഗറിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഷിജോ സാറ് കൃത്യമായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. ഫിഗർ കൗണ്ടിങ് ഉണ്ട്, ഫോൾഡിംഗ് ഉണ്ട്, ഫിഗർ സീരീസ് ഉണ്ട്, ഹിഡൻ ആൻഡ് എംബഡഡ് ഫിഗേഴ്സ് ഉണ്ട്, ഡൈസ് ആൻഡ് ക്യൂബ് ഉണ്ട്, മിറർ ഇമേജ് ഉണ്ട്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് SSC GD എന്ന് പറഞ്ഞ് മാത്രമല്ല RPF എന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സുകൾ കണ്ടാലും മതി. ഫിഗർ ബേസ്ഡ് ആയിട്ടുള്ള ഈ സാധനങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ കണ്ടാലും മതി. നിങ്ങളുടെ ഈ ചാനലിൽ ഇട്ടിരിക്കുന്ന ക്ലാസ് മാത്രം പോയി കണ്ടാൽ മതി. ഇനി അതും പോരാത്തവർക്കുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ചാനലിൽ കിടപ്പുണ്ട്. എന്താണ്? കഴിഞ്ഞ വർഷം 2023 കിടപ്പുണ്ട്, 24 കിടപ്പുണ്ട്, 22 കിടപ്പുണ്ട്, 21 GD ക്വസ്റ്റ്യൻ. ഇത്രയും കിടപ്പുന്ന സാധനങ്ങൾ മാത്രം പഠിച്ചാൽ പോരേടാ. കോൺഫിഡൻസ് ഇതിന് വല്ല വേണമുണ്ടോ? പക്ഷേ കുറച്ച് ദിവസമൊക്കെ അങ്ങ് ഉറക്കം നഷ്ടപ്പെടുത്തി ഇരുന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കണം. ഇനി ഒരു 10-20 ദിവസം നന്നായിട്ട് ഫോണൊക്കെ മാറ്റി വെച്ച് ആവശ്യമില്ലാതെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റ പോലെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി സമയം കളയാതെ. ഇപ്പോൾ യൂട്യൂബൊക്കെ നോക്കുമ്പോൾ നമ്മൾ ചുമ്മാ നോക്കുമ്പോൾ എത്ര സമയമാണ് പോകുന്നത്. വെറുതെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് കാണാതെ പഠിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ സമയം ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ 2 ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നല്ലേ? ഓക്കെ, ശരി, ഞാൻ ആ 2 ക്വസ്റ്റ്യൻ കൂടെ ഒരുമിച്ച് അങ്ങ് പറഞ്ഞു പോവാം. ഓക്കെ, എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പർ വിൽ റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? 12, 24, 48, 84, 132. വളരെ സിമ്പിളായിട്ടുള്ളൊരു സീരീസ്. ഇത് പെട്ടെന്ന് പറയാനുള്ളതല്ലോ. 12ൻ്റെ ഇരട്ടിയല്ലേടാ. 12 കൂട്ടിയപ്പോൾ 24, 24ൻ്റെ കൂടെ 24 കൂട്ടിയപ്പം നമുക്ക് 48 കിട്ടി. 48ൻ്റെ കൂടെ 48 48, 84. 84 എന്ന് പറയുമ്പോൾ 12 വെച്ച് കൂടിപ്പോയായിരുന്നു. 84 48, 14 തൊട്ട് 6, 36 കൂടി. ഇപ്പോൾ എന്താണ്? 12 വെച്ച് കൂടി പോകുന്നു. കറക്റ്റ് 12 വെച്ച് കൂടി പോകുന്നു. അപ്പോൾ 36ൻ്റെ അവിടെ നിന്നും എത്ര കൂടണം? 12 കൂടണം. 36ൻ്റെ അവിടെ 12 കൂടുമ്പോൾ 48 കൂടണം. 84, 48, 132. അപ്പോൾ അടുത്ത് എത്രയാണ്? വീണ്ടും 12 കൂടണം. വീണ്ടും 48ൻ്റെ കൂടെ 12 കൂടുമ്പോൾ വരുന്നത് 60. 32, 60, 192 ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഡിഫറൻസ് മാത്രമല്ലേ ഉള്ളൂ. ഡിഫറൻസ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് 12, 24, 24 12 കൂടി 36, 36 12 കൂടി 48, 48 12 കൂടി 60. ഇതാണ് ഡിഫറൻസ് വന്നത്. വളരെ സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ബ്ലഡ് റിലേഷൻ. പല ആളുകൾക്കും പാടുവരുന്ന അല്ലെ പല ആളുകൾക്കും ബുദ്ധിമുട്ട് വരുന്ന ടോപ്പിക്കാണ്. ഞാൻ തന്നെ ബ്ലഡ് റിലേഷൻ്റെ ടോപ്പിക്ക് ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് കാണണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. എന്താണ്? ഇതാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇത് ഞാൻ സിമ്പിൾ നീളമുണ്ട്. ഇത് റെപ്രസെൻ്റ് ചെയ്യാൻ വരുന്നത് U പവർ Q. U പവർ Q എന്ന് വെച്ചാൽ എന്താ? ഈ പവർ എന്തിനാണ് കാണിക്കുന്നത്? A ഈസ് ദ മദർ ഓഫ് B. അതായത് U ഈസ് ദ മദർ ഓഫ് എന്തോന്ന്? Q. Q പവർ R. Q ഈസ് ദ മദർ ഓഫ് Q ഈസ് ദ മദർ ഓഫ് R. Q ഈസ് ദ മദർ ഓഫ് R. Q ഈസ് ദ മദർ ഓഫ് R. അടുത്തെന്താ? R at N. R at N എന്ന് വെച്ചാൽ R ഈസ് ദ സിസ്റ്റർ ഓഫ് N. R ഈസ് ദ സിസ്റ്റർ ഓഫ് N. എന്താ? എന്നിൻ്റെ ജെൻഡർ തന്നിട്ടില്ല. പിന്നെന്താ? N ആൻഡ് C. ആൻഡ് എന്തിനാണ് കാണിക്കുന്നത്? N ഈസ് ദ ബ്രദർ ഓഫ് C. N ഈസ് ദ ബ്രദർ ഓഫ് C. C പവർ I. പവർ എന്തിനാണ് കാണിക്കുന്നത്? C ഈസ് ദ മദർ ഓഫ് I. C ഈസ് ദ മദർ ഓഫ് I. C ഈസ് ദ മദർ ഓഫ് I. പിന്നെന്താ? I at J. I at J എന്ന് വെച്ചാൽ I ഈസ് ദ സിസ്റ്റർ ഓഫ് J. I ഈസ് ദ സിസ്റ്റർ ഓഫ് J. എന്താ? I ഈസ് ദ സിസ്റ്റർ ഓഫ് J at A. എന്താണ്? J ഈസ് ദ സിസ്റ്റർ ഓഫ് A. J ഈസ് ദ സിസ്റ്റർ ഓഫ് A. ഇത്രയാണ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനുള്ളത്. ഡയഗ്രത്തിനകത്ത് കൃത്യമായിട്ട് ബ്ലഡ് റിലേഷൻ്റെ ഡയഗ്രാം ഞാൻ പറഞ്ഞു. മൈനസ് കാണിക്കുന്ന ഫീമെയിലാണ്, പ്ലസ് മെയിലാണ് അല്ലേ? ഇതൊക്കെ സിമ്പലുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൈനസ് ഫീമെയിൽ, പ്ലസ് മെയിൽ, ബ്രദർ സിസ്റ്റർ ഹൊറിസോണ്ടൽ ലൈന്, സണ്ണ് ഡോട്ടർ ഈ ലൈന്, ഹസ്ബൻഡ് വൈഫ്
ഡബിൾ ലൈൻ. ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിൽ ഒരു ഫാമിലിയിലെ റിലേഷൻഷിപ്പ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് നോക്കാം. സി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. നോക്കൂ, ഇതിനകത്ത് ഏത് ഓപ്ഷനാണ് നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. സി ഈസ് ദ ഡോട്ടർ ഓഫ് ക്യൂ. സി ആരുടെ ഡോട്ടറാണ്? ക്യൂവിൻ്റെ ഡോട്ടറാണ്. തർക്കമൊന്നുമില്ല. കാരണം എന്താ? അതെ, ഈ ജനറേഷനിൽ താഴെ നിൽക്കുന്നതല്ലേ സി ഈസ് ദ ഡോട്ടർ. അപ്പോൾ ഒന്നാമത്തെ കറക്റ്റാണ്. ജെ ഈസ് ദ ഡോട്ടർ ഓഫ് സി. ജെ ഈസ് ദ ഡോട്ടർ ഓഫ് സി, അതും കറക്റ്റാണ്. ജെ ഈസ് കണ്ട ജനറേഷൻസ് കണ്ട, ജെ ഈസ് ദ ഡോട്ടർ ഓഫ് സി. ക്യൂ ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് ഐ. ക്യൂ പ്ലസ് ആണ് വരേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. ക്യൂ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ അമ്മയുടെ അച്ഛനാണെന്ന് ഒരിക്കലും അല്ല, അമ്മയുടെ അമ്മയാണ്. സോ ഇതാണ് തെറ്റ്. അടുത്ത നോക്കി, ക്യൂ ഈസ് ദ മദർ ഓഫ് എൻ. ക്യൂ ഈസ് ദ മദർ ഓഫ് എൻ. അപ്പോൾ ഇതും കറക്റ്റാണ്. അപ്പോൾ ഏത് തെറ്റ് വന്നാൽ ഇതാണ് തെറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലഡ് റിലേഷൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഈ രീതിയിൽ സിമ്പിൾ ഉപയോഗിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മിക്കപ്പോഴും കാണാറുണ്ട്. ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം മക്കളെ. ആ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതിനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, സോ നമ്മുടെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. എന്താണ്? പറ. മിറർ ഇമേജ്. മിറർ ഇവിടെ ആയിരിക്കുന്നത്. ഇതാണ് മിറർ. ഇവിടെയാണ് മിറർ ഇരിക്കുന്നത്. കണ്ട, ഇതാണ് മിറർ. അപ്പോൾ ഇവിടെ നിന്നാണ് ഇതിന് തിരിഞ്ഞു വരേണ്ടത്. തിരിഞ്ഞു വരുമ്പോൾ ഇത് ഇങ്ങോട്ട് വരുമ്പം എങ്ങനെയാണ് വരുന്നത്? ഇതിങ്ങനെ വരുമ്പോൾ ഇങ്ങനായി മാറും അല്ലേ? ഇങ്ങനെയായി മാറും. ഇത് ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരുന്നത്? എന്നിൻ്റെ ഇതിങ്ങോട്ട് വരും, പിന്നെയാണ് ഇങ്ങനെ വരുന്നത്. ശരിയല്ലേ? പിന്നെ എം നമുക്കറിയാം എങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ വരും. ഡബ്ല്യു എന്തുപോലെ ആവും? എം പോലെ ആവും. ഡി എന്താ? ഡി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോഴും ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കത്തുള്ളൂ, ഇങ്ങോട്ടല്ലേ തിരിഞ്ഞു വരുന്നത്. അപ്പോൾ നേരെ ഒരു മടക്കി ഇങ്ങോട്ട് വരും. ഇനി എൻ എങ്ങനെയാണ് വരുന്നത്? എൻ ഇങ്ങോട്ട് വരുമ്പം ഇതിങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെയായി. എ എങ്ങനെ വരും? ഇങ്ങനെ വരും. ഈ രീതിയിൽ വന്നിരിക്കുന്നത് ഏതാണെന്ന് നോക്കിയേ. ഇത് വരുമ്പോൾ ഡിയിൽ തെറ്റ് വന്നു. ഇതല്ല വരുന്നത്. ഇത് വരുമ്പോൾ എം ഡി എന്നിൽ തെറ്റ് വന്നു. ഇത് വരുമ്പോൾ എമ്മിൽ തെറ്റ് വന്നു. ഇത് വരുമ്പോൾ ഓക്കെ ഓപ്ഷൻ 2, 3 അല്ലെങ്കിൽ പിന്നെ ഓപ്ഷൻ ഡി ആയിരിക്കും. അപ്പോൾ അത് അങ്ങനെ മിറർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓരോ ലെറ്ററും എടുത്ത് തിരിച്ച് താഴേക്ക് എഴുതി നോക്കുക. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മിറർ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് മാത്രമേ. മിറർ ഇമേജൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഇതാ അടുത്തൊരു ക്വസ്റ്റ്യൻ. എന്തുവാ? വീണ്ടും 7 ഫ്രണ്ട്സ് ABCDEF and G are sitting around a circle facing towards center. 7 ഫ്രണ്ട്സിനെ ഒരു സർക്കുലർ സീറ്റിങ്ങിൽ ഇരുത്തണം. അപ്പോൾ നമുക്ക് അതൊന്ന് ഇരുത്താം. 1, 2, 3, 4, 5, 6, 7 ഫ്രണ്ട്സിനെ ഞാൻ അങ്ങ് ഇരുത്തി. സെൻറ്ററിലേക്കാണ് ഫേസ് ചെയ്തിരുത്തിയിരിക്കുന്നത്. D is sitting third to the right of A. D is sitting around a circular facing. D is sitting third to the right of A. ഇപ്പോൾ A ഇവിടെ വന്നെങ്കിൽ 1, 2, 3. D is sitting third to the right of A and immediate left of G. ഡിയെ പറ്റിയല്ലേ പറയുന്നത്. ഡി സിറ്റിംഗ് തേർഡ് ടു ദ റൈറ്റ് ഓഫ് എ ആൻഡ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ജി. ജി ഇവിടെയും വരും. ചുമ്മാ അങ്ങ് എഴുതുകയാണേ. ഓൺലി ബി സിറ്റിംഗ് ബിറ്റ്വീൻ ജി ആൻഡ് ഇ. ബി സിറ്റിംഗ് ജി ആൻഡ് ഇ. ഓക്കെ. സി സിറ്റിംഗ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എഫ്. സി സിറ്റിംഗ് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എഫ്. എഫിൻ്റെ ലെഫ്റ്റ്. എഫ് ഇവിടെ വന്നാൽ എഫിൻ്റെ ലെഫ്റ്റിൽ ഇങ്ങോട്ടല്ലേ എഫ് നോക്കിയിരിക്കുന്നത്. എഫിൻ്റെ ലെഫ്റ്റിൽ സി ഇരുത്താൻ പറ്റും. ഓക്കെ. ഹൂ ഈസ് സിറ്റിംഗ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് ജി. ജിയുടെ സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ആരാണ്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ജി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു. ജിയുടെ ലെഫ്റ്റ് ഏതാ? 1, 2. ഇതല്ലേ വരുന്നത്? എഫ് അല്ലേ ആൻസർ? ഓപ്ഷൻ B2. അപ്പോൾ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ഇരുത്താം. അത് പ്രശ്നമൊന്നുമില്ല. ആ പറയുന്ന കാര്യങ്ങൾ സെൻറ്റൻഷ്യലി ഓരോന്ന് വായിച്ച് ചിലപ്പോൾ ആദ്യത്തെ വായിക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് വായിച്ച് നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? സിറ്റിങ്ങിൽ ഇരുത്തുക. അങ്ങനെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉത്തരത്തിൽ പോകാമെന്നുള്ളതേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അനദർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എന്താണ്? വിച്ച് ഓഫ് ദ ഓപ്ഷൻ വിച്ച് ഈസ് എംബഡഡ് ഇൻ ദ ഗിവൺ ഫിഗർ? റൊട്ടേഷൻ ഈസ് നോട്ട്. അപ്പോൾ റൊട്ടേഷൻ അലോ ചെയ്യുന്നില്ല. ഇതിനകത്ത് ഏത് ഫിഗറാണ് ഇതുമായിട്ട് എംബഡഡ് ചെയ്ത് നിൽക്കുന്ന ഫിഗർ? ഇങ്ങനൊരു സാധനം ഇതിനകത്തില്ല. ഇങ്ങനൊരു സാധനവും ഇതിനകത്തില്ല. ഇത് ഈ ഒരു സാധനമല്ല. അപ്പോൾ ഇതുമല്ല. പിന്നെ ഏതാ? നോക്ക്, ഇതുണ്ട്. ഇതാ ഈ ഇരിക്കുന്ന സാധനം കണ്ട? ഇതല്ലേ ഇത്?
സോ ആൻസർ ഓപ്ഷൻ. ഏത് ഫിഗറാണ് ഇതിനകത്ത് എംബഡഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ മാത്രം ആയിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് പ്ലസ് മീൻസ് മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81 × 9 + 21 ഡിവിഷൻ 147. നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓരോന്നിനും അനുസരിച്ച് റീപ്ലേസ് ചെയ്യണം. അതായത് 81, 9, 21, 14, അതെ 147, ഇത്രയാണ് നമ്പർ. എന്താ അവർ പറയുന്നത്? പ്ലസ് മീൻസ് മൈനസ്, പ്ലസ്സിന് പകരം മൈനസ് കൊടുക്കാൻ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്? 21 - 7, 21 - 7 ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ സാധനം. ഇതിൽ ഒരു 7 കൂടെ ഉണ്ട്. ഇവിടെ എന്താ ചെയ്യാൻ പറഞ്ഞത്? പ്ലസ്സിന് പകരം പ്ലസ് എന്ന് പറഞ്ഞു, പ്ലസ് മീൻസ് മൈനസ്, പ്ലസ്സിന് പകരം മൈനസ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ മൈനസ് കൊടുത്തു. ഇനി എന്താ? മൈനസ് മീൻസ് പ്ലസ്, മൈനസിന് പകരം പ്ലസ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 7 പ്ലസ് എന്ന് കൊടുത്തു. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്? അല്ല സോറി ഒന്ന് മാറ്റിക്കോട്ടെ, ഞാനൊന്നുകൂടെ എഴുതരാം. 81, 9, 21, 7, 147 ഗ്യാപ്പ് ഇട്ടങ്ങ് എഴുതി എന്നുള്ളതേ ഉള്ളൂ കേട്ടോ. പ്ലസ്സിന് പകരം മൈനസ്, പ്ലസ് എവിടെ വന്ന് 9-നും 21-നും ഇടയ്ക്ക് പ്ലസ്സിന് പകരം മൈനസ് കൊടുത്തു. ഡിവിഷന് പകരം പ്ലസ് കൊടുക്കാൻ, ഡിവിഷൻ എവിടെ വന്ന് ഇതാ പ്ലസ് കൊടുത്തു. ഇനി എന്താണ്? മൈനസിന് പകരം ഇൻറ്റു കൊടുക്കാൻ, ഇതാ ഇൻറ്റു കൊടുത്തു. ഇനി എന്താ? ഇൻറ്റുവിന് പകരം ഡിവിഷൻ, ഇൻറ്റുവിന് പകരം ഡിവിഷൻ കൊടുക്കാൻ പറഞ്ഞു. കൊടുക്കാമല്ലോ, എല്ലാം ആയല്ലോ. 81 ഡിവിഷൻ 9, 9 മൈനസ് 21 ഇൻറ്റു 7 പ്ലസ് 147. അപ്പോൾ നമുക്ക് വരുന്നത് എന്താ? 21 × 7, 21 × 7 എന്ന് പറയുമ്പം വരുന്നത് 177, 7 147. 9 മൈനസ് 147 പ്ലസ് 147. ഇതും പോയി. ബാക്കി എത്ര വരും മക്കളെ? ഉത്തരം 9. വളരെ സിമ്പിളായിട്ട് ആൻസർ കിട്ടി. ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരാണ്. പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ആണ്. പ്ലസ് മീൻസ് മൈനസ്, പ്ലസിൻ്റെ സ്ഥാനത്ത് നമ്മൾ മൈനസിനെ കൊടുക്കുന്നു. ഡിവിഷൻ മീൻസ് പ്ലസ്, ഡിവിഷൻ്റെ സ്ഥാനത്ത് നമ്മൾ ആരെ കൊടുക്കുന്നു? പ്ലസിനെ കൊടുക്കുന്നു. ഇങ്ങനെ റീപ്ലേസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്നായി പ്രിപ്പയർ ചെയ്യാമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ദിശ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദിശയുടെ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിക്കണമെങ്കിൽ ഈ നമ്പറുകൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ പഠിക്കാം. ഇനി ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമികളിൽ പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ട്രിവാൻഡ്രം, കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ് ഒക്കെ നമ്മുടെ അക്കാഡമി അവൈലബിൾ ആണ്. ആ കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. ഞാൻ ഈ 22-ാം തീയതി നിങ്ങൾക്ക് ലൈവ് വരുന്നുണ്ട്. നിങ്ങളുടെ ടൈം ടേബിൾ അതുൽ സാറ് ഇന്നലെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഞാനും സാറുമായിരുന്നു നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ 22-ാം തീയതി ഞാൻ ലൈവ് വരുന്നു. അതിന് മുമ്പിട്ട് ഷിജോ സാറ് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഓരോ ഫാക്കൽറ്റീസും ക്ലാസ്സുകളുമായി നിങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്നുണ്ട്. 100% എനർജിയോടുകൂടി പഠിക്കുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.